നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ. ഞാൻ സൗഖ്യമായി നീതിയായി ദൈവ പൈതലാ. യേശുവിൻ സ്വന്തമായി. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴഞ്ചേരിക്ക് സമീപം ചെറുകോലിൽ ഓഗസ്റ്റ് 21 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. നോയൽ ഓഡിറ്റോറിയം, ചെറുകോൽ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചെങ്ങന്നൂരിൽ ഓഗസ്റ്റ് 22 ശനി രാവിലെ 10-ന്. ഗിരിദീപം ഓഡിറ്റോറിയം, ക്രിസ്ത്യൻ കോളേജിന് സമീപം, MC റോഡ്, ചെങ്ങന്നൂർ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. കവിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കൊന്നിച്ച് ഇന്ന് കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നിത്തലയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. വളരെ ആൾക്കാർ അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും പ്രാപിച്ചു. കൂടാതെ നമ്മുടെ TV പ്രോഗ്രാം കണ്ടുകൊണ്ട് ഭവനങ്ങളിലിരിക്കുമ്പോൾ അവർ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അത്ഭുത സാക്ഷ്യങ്ങളും നിരവധിയായിരുന്നു. ഇന്ന് നമ്മൾ അത്ഭുത സാക്ഷ്യങ്ങൾക്ക് കേൾക്കും. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷയുമുണ്ട്. നമുക്ക് ദൈവവചനത്തിലേക്കും സാക്ഷ്യത്തിലേക്കും ചെന്നിത്തലയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലേക്ക് പോകാം. എന്നെ കേൾക്കുന്ന എത്ര പേർ പറയും, ഈ ക്രൂശ് എനിക്ക് വേണ്ടി ആയിരുന്നെന്നും ആ ക്രൂശിലെ തെരുരക്തത്താൽ മാത്രമേ എനിക്ക് പാപമോചനമുള്ളൂ, എൻ്റെ ഒരു സൽക്കർമ്മങ്ങൾ കൊണ്ടുമല്ല, ഞാൻ ദാനധർമ്മം ചെയ്തത് കൊണ്ടുമല്ല, ഞാൻ പാപിയാണ്, ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ പാപമോചനം എനിക്കും വേണം എന്ന് പറയുന്നവർ മാത്രം അവരുടെ കൈ, രണ്ട് കൈ ഒന്ന് ഉയർത്തി എന്നെ കാണിക്കാമോ? യെസ് ഐ ട്രസ്റ്റ് ഓൺ ദ ഗ്രേറ്റ് സാക്രിഫൈസ് ഓൺ ക്രോസ് എന്ന ഈ കര ഉയർത്തുമ്പോൾ ഇവിടെയുള്ളവരും പറയുന്നുണ്ടോ, എൻ്റെ പാപമോചനത്തിനായി എൻ്റെ പ്രവർത്തികളല്ല, എൻ്റെ സ്തോത്രകാഴ്ചയല്ല, എൻ്റെ പാട്ടല്ല, എൻ്റെ ആരാധനയല്ല, എൻ്റെ ഉപവാസമല്ല, കാൽവറിയിൽ നടന്ന യാഗമാ എൻ്റെ ആശ്രയം എന്ന് പറയുന്നവരിന്ന് കൈവീശി കാണിക്കാമോ? നിങ്ങൾ ഇത്രയും പേരോട് ഞാനൊരു കാര്യം പറയാം, നശിച്ചു പോകത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ സഭയെ വന്നാലേ നിങ്ങൾ നശിക്കാതിരുത്തത്തുള്ളൂ, ഞങ്ങളുടെ സഭയെ വന്ന് പിരിവുത എന്നാൽ രക്ഷപ്പെടുമെന്ന് പറയാനല്ല ഇവിടെ വന്നത്. കാൽവറിയിൽ നടന്ന യാഗം, ആ കുഞ്ഞാടിൻ്റെ രക്തം, അതിലൂടെ എൻ്റെ പാപത്തിന് പരിഹാരമുണ്ട് എന്ന് നിങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ നിന്റെ പേരും ജീവന്റെ പുസ്തകത്തിലുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശിലും യാഗത്തിലുമേ എനിക്ക് പാപപരിഹാരമുള്ളൂ, എൻ്റെ നന്മ കൊണ്ടൊന്നുമില്ല, അത് ഞാൻ ആശ്രയിക്കുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ ആശ്രയിക്കുക, ട്രസ്റ്റാ. അതെ, ആ ട്രസ്റ്റ് പറയുന്നവർ ഒന്നുകൂടെ ഒന്ന് കര ഉയർത്തി കാണിക്കാമോ? നിങ്ങളോടൊരു വാക്കേ എനിക്ക് പറയാനുള്ള, രക്ഷപ്പെട്ടു. ഇത് വെളിപ്പെട്ടല്ലോ, അതിനായി കർത്താവിനെ സ്തുതിച്ചു. തോമസ് ഊട്ടി ബ്രദർ പ്രസംഗിച്ചുകൊണ്ടല്ല ഇത് പിടികിട്ടിയത്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അനേകർക്കിത് വെളിപ്പെടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞ യേശുവിനെ സ്വീകരിച്ചാലേ ഉള്ളോ? ഞാനും ചോദിച്ചുകൊണ്ട് നടന്ന ഒരിക്കലും എൻ്റെ ഹൃദയം അടഞ്ഞിരുന്നു. ഞാൻ എന്നാ കുഴപ്പം ചെയ്തു എന്നൊക്കെ ചോദിച്ച ആളാ ഞാനും. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയപ്പോൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് തിരിഞ്ഞിട്ട് പറയാ, ബെറിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ, മിടുക്കൻ നല്ല പറഞ്ഞ്. എന്തോ അല്ല പറഞ്ഞ്? സ്വന്തം കഴിവുകൊണ്ട് നല്ലപോലെ പഠിച്ച് പാസ്സാകുന്ന കുഞ്ഞിനെ നമ്മൾ എന്തോ പറയും? മിടുക്കൻ. എന്നാൽ കഴിവില്ലാത്ത കുഞ്ഞ് 100 മാർക്ക് മേടിച്ച് നമ്മൾ എന്നാ പറയും? ഭാഗ്യം. നമുക്ക് നന്നാകാൻ കഴിവില്ലായിരുന്നു, നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ 100 മാർക്ക് ലിസ്റ്റ് നീതിയിൽ കാണിക്കാനില്ലായിരുന്നു. കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കണോ 100-ൽ 100 മാർക്കും മേടിച്ചോണം. കൈ കൊടുത്ത് പറഞ്ഞാൽ 100-ൽ 100 മാർക്കും.
99 കൊണ്ട് അവിടെ ചെല്ലാനൊക്കത്തില്ല. 99 അരയ്ക്ക് പറ്റത്തില്ല. പിന്നെ എത്ര വേണം? സ്വർഗത്തിലിരിക്കണേ മാർക്ക് ലിസ്റ്റിൽ നല്ല ജീവിതത്തിന്റെ എത്ര മാർക്ക് കിട്ടണം? ചെല്ല് പറയുന്നത് നല്ലതായിട്ട് ജീവിച്ചാൽ ഞാനങ്ങ് പോകും. പോവും, കൈവിടുത്തറ, നല്ലതായി ജീവിച്ചാലും പോകാം. പക്ഷെ 100 മാർക്ക് വേണമെന്ന് പറ. നല്ല ജീവിതത്തിന്റെ പേപ്പർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എത്ര മാർക്ക് മേടിച്ചോണം? എനിക്കതില്ലാത്തത് കൊണ്ട് ഞാൻ മോഡറേഷനിൽ ആശ്രയിക്കുക. ക്രൂശിലൊരു മോഡറേഷൻ അല്ല നടന്നത്. മോഡറേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി ഇടുക. ഇത് ബാക്കി ഇടുകയല്ല. നമ്മുടേത് കീറി, നമ്മുടെ 5 മാർക്കും 10ഉം 25ഉം 90ഉം എല്ലാം കീറി തൂരെ കളഞ്ഞിട്ട് തൻ്റെ മാർക്ക് ലിസ്റ്റ് നമുക്ക് തരിക. കൈ കൊടുത്ത് പറ, ആ കിട്ടിയ മാർക്കിന് തന്നെ ഒരു ഉത്തരവും ശരിക്കും എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലെ 25, ചെല്ല് പറഞ്ഞതിന് 25 ഉണ്ട്. മഹാഭാവിയൊക്കെ പറഞ്ഞത് എനിക്ക് 5 മാർക്ക് പോലും ഇല്ലെന്നാ. അവർക്കാ പിന്നെയും ഇത് കിട്ടാൻ എളുപ്പം. മറ്റവർ ഞാൻ 95 മേടിച്ചില്ലേ, ഈ 95 തന്നെ ശരിയല്ല, ശരിക്ക് പേപ്പർ എടുത്ത് നോക്കിയാൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? എനിക്ക് പകരം, നിങ്ങൾക്ക് പകരം ഈ പരീക്ഷ പാസ്സായി തൻ്റെ മാർക്ക് ലിസ്റ്റ് നിന്റെ കയ്യിലോട്ട് തരിക. ഒന്ന് ചെന്നാ മാത്രം മതി. ഈ മാർക്ക് ലിസ്റ്റ് ആദ്യം മേടിച്ച ആളാണ് കുരിശിലെ കള്ളൻ. എന്നാൽ അപ്പുറം ഒരു കള്ളൻ കിടപ്പുണ്ടായിരുന്നു, പുള്ളി മേടിച്ചില്ല. നിങ്ങൾക്കും വേണേ മേടിക്കാൻ, കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. ഇത് സൗജന്യമാണ്. അപ്പം വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത്രയുള്ള സുവിശേഷം. വിശ്വസിക്കുന്നവൻ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതലുണ്ട്, നിത്യജീവനുണ്ട്, രക്ഷയുണ്ട്, സ്വർഗമുണ്ട്. കർത്താവിൻ്റെ കൂടെ നിത്യ യുഗങ്ങൾ വാഴാം. കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത നാട് എനിക്ക് സൗജന്യമാ. This is the gospel. ആ വാക്യം ഒന്ന് വായിക്കുന്ന നല്ലതാ. മർക്കോസ് 16:15 മുതൽ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. അതാ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. എത്ര മഹാഭാവിയാണേലും കൊള്ളാം, യേശുവിൻ്റെ ക്രൂശിലൂടെ പാപമോചനം ഉണ്ട്. ഈ സുവിശേഷം നിങ്ങളുടെ ഒരു കർമ്മവും ഇനി ആവശ്യമില്ല. ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെ പോയി പറയുവീൻ. അടുത്ത വാക്യം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് വിശ്വസിച്ചത് അംഗീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. വിശ്വസിക്കാത്തവനെ ദൈവം ശിക്ഷാവിധിയിൽ തള്ളിയിടുക അല്ല, ആ മാർഗം വെച്ച് നീട്ടിയിട്ടും അത് തള്ളിക്കളഞ്ഞു. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അടുത്ത വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇനിയിപ്പോ ഈ നടന്ന ഒത്തിരി പേര് കൈപൊക്കി പാപം മോചിച്ചു. ഇതൊന്നും കാണാനില്ലല്ലോ. ഉണ്ടോ? ഒരാളുടെ പാപം മോചിച്ചോ ഇല്ലയോ എന്ന് വെളിയിൽ കാണാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് വിശ്വസിക്കുന്നവരിലൂടെ ഈ അടയാളങ്ങൾ നടക്കും. കാറ്റിനെ കാണാൻ മേല, പക്ഷേ ആ തുണിത്തലപ്പുകൾ അനങ്ങുമ്പോൾ കാറ്റുണ്ടെന്ന് അറിയാം. അടയാളം. ഉറക്കെ പറ, അടയാളം. ഇവിടെ നടന്ന പാപമോചനത്തിൻ്റെയും ക്രിസ്തു ജീവനോടെ ഉണ്ടെന്നുള്ളതിനും അടയാളമുണ്ട്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ യേശു ഉണ്ടോ? കാണുന്നില്ല. പക്ഷെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അപ്പൊ അടയാളങ്ങൾ സുവിശേഷത്തെ ഉറപ്പിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, എന്തുവാ സുവിശേഷം? യേശുവിന്റെ കാൽവരി ക്രൂശിലൂടെ പാപമോചനം ഉണ്ട്. അതിനുവേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട. അവനിൽ വിശ്വസിക്കുന്നവന് സ്വർഗമുണ്ട്. ഈ സുവിശേഷം അടയാളങ്ങളാൽ ഉറപ്പിക്കും. അതാണ് അടയാളം. എന്താണ് അടയാളം? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഈ അടയാളങ്ങൾ നടക്കും. 2000 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇന്നും ഇവിടെ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. നമ്മളിവിടെ ഇരിക്കുന്ന വിശ്വസിക്കുന്ന ആരെങ്കിലും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞാൽ ദുരാത്മാക്കൾ വിട്ടുപോകും. പിന്നെ പുതുഭാഷകളിൽ സംസാരിക്കും. പുതുഭാഷകൾ, ആത്മനിറവിൽ അന്യഭാഷകൾ നാവിൽ വരും. പിന്നെ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. സൗഖ്യം വരും. അതാ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന, ഇന്ന് കാണാനും പോകുന്നു. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക്, നമ്മുടെ കൈവയുടെ പവർ കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. യേശുവിനെ എവിടെയെങ്കിലും പ്രസംഗിച്ചോ അവിടെ അത് തെളിയിക്കപ്പെടും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം
വരും എന്ന് പറഞ്ഞു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നിട്ട് അപ്പോസ്തലന്മാർ അന്ന് എന്ത് ചെയ്തു? അവർ പോയി പ്രസംഗിച്ചു. അതാ ഇവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വായിക്കാം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അങ്ങനെ ചെന്നിത്തലയിലും വന്നിരിക്കുകയാണ്. ഇന്ന് ഈ ടിവിയിലൂടെ ലോകരാജ്യങ്ങൾ ഇത് കാണുക. അന്ന് കർത്താവ് പറഞ്ഞ വചനത്തിന്റെ നിവൃത്തിയാ നിങ്ങളിത് കാണാൻ ഇടയാകും. അടുത്ത വാക്യം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അപ്പൊ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രസംഗിക്കുന്നവരുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കും. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. ഏത് വചനത്തെ? കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന വചനത്തെ. ഞാൻ വീണ്ടും പറയട്ടെ, ഇവിടെ ഞങ്ങൾ വന്നത് ഒരേ ഒരു കാര്യത്തിനാണ്: യേശു ജീവിക്കുന്നെന്ന് സാക്ഷ്യം പറയാൻ. അവൻ ജീവനോടെ ഉണ്ട്. ഞങ്ങൾ അവനെ തൊട്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ അനുഭവം അറിഞ്ഞതാണ്. ഞങ്ങളെ അവൻ രൂപാന്തരപ്പെടുത്തിയതാണ്. ഞങ്ങളുടെ ഭവനങ്ങൾ അവൻ സമാധാനം കൊണ്ട് നിറച്ചതാണ്. പാപച്ചങ്ങലയിൽ നിന്ന് വിടുവിച്ചതാണ്. അവൻ ജീവനോടെ ഉണ്ട്. ഈ സുവിശേഷ സൗജന്യമാണ്. നീ വിശ്വസിച്ചാൽ നിനക്കും അനുഗ്രഹമുണ്ട്. തോമസ് കുട്ടി ബ്രദറെ, ഈ ബ്രദറിന്റെ പെടലിയുടെ പുറകിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. പ്രാർത്ഥനാ മധ്യത്തിൽ 6 വർഷമായിട്ടുണ്ടായിരുന്ന പ്രാർത്ഥനാ മധ്യത്തിൽ യേശു തൊട്ടു. ഇപ്പോൾ മുഴ കാണാനില്ല. 5-6 വർഷം കൊണ്ടുണ്ട്. ഒരു മുട്ടക്കാൽ വലുതായിരുന്നു. പക്ഷെ ഇപ്പോഴത് ഇല്ല, കാണുന്നില്ല. പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പ്രാർത്ഥിച്ചു, കൈ വെച്ചു, ഞാനും പ്രാർത്ഥിച്ചു, യേശു എന്ന് വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല, തപ്പി നോക്കിയില്ല. 1 വർഷം കൊണ്ട് എനിക്ക് ഇവിടെ വേദനയായിരുന്നു. തോളിനിവിടെ മുറ്റിപ്പിടിക്കുന്ന പോലുള്ള ഇതായിരുന്നു. അപ്പം വല്ലാത്തൊരു ഇതായിരുന്നു എനിക്ക്. അപ്പോൾ ഇവിടെ ഒരു തടിപ്പ് പോലെ, ഒരു മുഴ പോലുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈവച്ച് അതിനോട് വെച്ച് പ്രാർത്ഥിച്ചു. അതിപ്പോൾ ഇവിടെ ഇല്ല. ഞാനത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു കുഴപ്പമില്ല. ഈ തൊട്ടാൽ അറിയാമായിരുന്നോ ഈ മുഴ പോലെ? അറിയായിരുന്നു. ഞാൻ പിന്നെ 1 വർഷം കൊണ്ട് വേദനയാണ്. അപ്പോൾ ഞാൻ ഈ വിക്സൊക്കെ എടുത്തിട്ട് പെരട്ടും. അത് ഞാൻ എടുപ്പോൾ ഞാൻ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ തടിപ്പ് മുഴ പോലുണ്ട്, ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വിഷയം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോഴും ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകിലിരുന്ന സഹോദരി പറഞ്ഞു സൗഖ്യമായി പോയി. ഞാൻ നോക്കിയപ്പോൾ സംഗതി ഇല്ല, അത് മഴയില്ല, വേദനയില്ല. ഈ സിസ്റ്ററിന് 10 വർഷം മുമ്പ് പാരാലിസിസ് വന്നതാ, ഇടത്ത് വശത്ത് പ്രഷർ കൂടി വന്നതാ. ഉത്തരാഖണ്ഡിലായിരുന്നു ആ സംഭവം. ഇവിടെ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരുടെയും സഹായം കൂടാതെ ഷീ കുഡിൻ വാക്ക്. ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡ് ആയിരുന്നു. ഇവിടെ വരുമ്പോഴും 3 പേര് കൂടി ചേർന്ന് പിടിച്ചുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത് മീറ്റിങ്ങിന്. എന്തോ ഉള്ളിലൊരു വലിയൊരു ഭാരം, എന്തോ ഉള്ളിൽ ഒരു ടൈറ്റ്നെസ്സും. ഷി വാസ് നോട്ട് ഫ്രീ ടു വാക്ക്. ഇവിടെ വന്നു, കർത്താവിൻ്റെ വചനം കേട്ടു, ഉള്ളിൽ വലിയൊരു ഫ്രീഡം വന്നു, ഒരു ശക്തി ഉള്ളിൽ നിന്ന് വന്നു, ഉള്ളിൽ ബലപ്പെടുത്തി എന്ന് സഹോദരി പറഞ്ഞതാ. 10 മാസം തൊട്ട് എനിക്ക് ഇങ്ങനെ പാരലൈസ് ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരാഖണ്ഡിൽ ജോലി ചെയ്യുന്നതായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇതുപോലെ സ്ട്രോക്ക് വന്നു. എൻ്റെ ശരീരമൊന്നും അനങ്ങത്തില്ലായിരുന്നു, കാലും കൈയൊന്നും. പരസഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നിവിടെ 3 പേര് കൂടി എന്നെ പിടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എനിക്ക് വീട്ടിൽ വെച്ച് എനിക്ക് തുണി ഇട്ട് ഒരു പ്രാവശ്യം ഞാൻ വിചാരിച്ച് ഇനി പോകുന്നില്ല, എനിക്ക് തുണിയൊന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ മോൻ എന്നെ സഹായിച്ച് ഞാൻ പോകുമെന്ന് കരുതി ഇവിടെ വന്ന് എനിക്ക് ഒത്തിരി വിടുതൽ ദൈവം തന്നു. ഈ സിസ്റ്റർ 3 പേര് പിടിച്ച സഹോദരി ഇവിടെ തന്നെ നടന്നു. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഈ സഹോദരി കാലിൻ്റെ വേദന കാരണം ബാൻഡേജ് കെട്ടിക്കൊണ്ടാണ് നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ബാൻഡേജ് കെട്ടാനാണ് നമ്മുടെ മീറ്റിംഗ് വന്നത്. നമ്മുടെ ആരാധന പ്രാർത്ഥന മധ്യത്തിൽ അത്ഭുതകരമായി വേദന വിട്ടുമാറി. എന്തുവാ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്? പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എൻ്റെ മോക്കും സുഖമില്ലാത്തവള. അവിടെ നട്ടെല്ലിൻ്റെയും 2 ഇടുപ്പും മാറ്റിവെച്ച് നട്ടെല്ലിൻ്റെയും സർജറി കഴിഞ്ഞിരിക്കും. അപ്പോൾ എൻ്റെ ഈ 2 കാലിൻ്റെയും ഓപ്പറേഷൻ കഴിഞ്ഞ വെരിക്കോസ് വെയിൻ്റെ അവന് നടക്കാൻ എല്ലാം അളിഞ്ഞ് ഇൻഫെക്ഷനായി, കണ്ണിന് പോലും കാഴ്ച പോയില്ലാത്ത. പിന്നെ അങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ച് എൻ്റെ വയ്യായ്ക മാറാൻ വേണ്ടി. അപ്പോൾ അപ്പോൾ എനിക്ക് എന്തോ എൻ്റെ ശരീരത്തോട് ഇങ്ങനെ ചൂട് പോലെ ഇങ്ങനെ കയറുമായിരുന്നു. താഴെ വീണുപോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഈ വേദന കുറവുണ്ട്. ആശ്വാസമായി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ വയറ്റിലാണെങ്കിൽ എന്തോ ഒരു മുഴ ഓടി നടക്കാനായിട്ട് കുറച്ച് നാളുകളായി ഉണ്ടായിട്ട്.
അപ്പോൾ എനിക്ക് മരുന്നുകളൊക്കെ ഞാൻ ചെയ്തു, പക്ഷേ ഒരു കുറവായിട്ട് വരുന്നില്ല. അന്നേരമാണെങ്കിൽ ഇപ്പം ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വയറ്റിൽ എന്തോ ഒരു തടം പോലെ അനുഭവപ്പെട്ടു. ദൈവസായം സൗഖ്യം തന്നതായിട്ട് സൗഖ്യമായി. അസ്വസ്ഥത മാറിയോ? അസ്വസ്ഥത മാറി. ബ്രദറെ, ഈ ബ്രദറിന് 3 വർഷമായിട്ടുള്ള മുട്ടിൻ്റെ പ്രോബ്ലം ആയിരുന്നു. മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. എന്തായിരുന്നു? 3 വർഷമായിട്ട് എൻ്റെ കാലിന് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ജമ്പ് ചെയ്തു, കുടഞ്ഞു ഒക്കെ കുഴപ്പമില്ല, എല്ലാം ഒരു കുഴപ്പമില്ല. സഹോദരൻ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കായിരുന്നു. അതെ, കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പം ഞാൻ എന്നിട്ട് ജമ്പ് ചെയ്ത് നോക്കി, കാലിലേക്ക് ഉടഞ്ഞു നോക്കി, ഒരു കുഴപ്പമില്ല. ജമ്പ് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. ഈ ഡോക്ടറെ വല്ലതും കാണിച്ചായിരുന്നു? ഞാൻ അബുദാബി വെച്ച് മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തോ പ്രശ്നമെന്നാ ഡോക്ടർമാർ പറഞ്ഞേ? പുള്ളി പറഞ്ഞു ഇങ്ങനെ എൻ്റെ മുട്ടൊന്ന് തെന്നിയായിരുന്നേ, മതിലിൻ്റെ മേളിൽ ചാടിയതാ, അന്നേരം മുട്ടം തെന്നിയായിരുന്നു. അതിനുശേഷമുള്ള വേദനയായിരുന്നു. അന്നേരം അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ശരിയാക്കി തന്നായിരുന്നു. പിന്നെ ഞാൻ വേദനയ്ക്ക് ഇങ്ങനെ കുഴമ്പൊക്കെ ഇടുന്നേ ഉള്ളായിരുന്നു. അപ്പം ഞാനിവിടെ ചെയ്യുന്ന ജമ്പൊക്കെ ചെയ്ത് നോക്കിയത് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. 1 വർഷമായിട്ട് എൻ്റെ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഉമ്മുനീരിറക്കുന്ന പറഞ്ഞാൽ വേദനയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പ്രാർത്ഥിച്ച് കഴിച്ചപ്പോൾ എൻ്റെ ദൈവം തമ്പുരാൻ, ഞാൻ ഇവിടെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ആ മുഴയില്ല. തൊട്ട അറിയായിരുന്നോ? അറിയായിരുന്നു. ഉമിനീരിറക്കുമ്പോൾ വേദനയുണ്ടായിരുന്നു. ഇപ്പൊ ഉമിനീരിറക്കി നോക്കിയോ? ഞാൻ ഇറക്കി നോക്കിയപ്പോൾ വേദനയില്ല, തൊട്ടപ്പം മുഴയുമില്ല. കരമടിച്ച് കർത്താവിന്. സിസ്റ്റർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കായിരുന്നു. ഒരു സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു, ആ സഹോദരിയും പ്രാർത്ഥിച്ച് അവിടെ നിന്നപ്പോഴേ. അപ്പം ഞാനിവിടെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ആ മുഴ ഇവിടെ ഇല്ല. ഹല്ലേലൂയ. ഇത്ര അത്ഭുത സൗഖ്യങ്ങളാണ് കർത്താവ് ചെയ്തതല്ലേ? നമ്മൾ കേട്ട വചനവും ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. മരിച്ച് അടക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്തൊരു അത്ഭുതമല്ലേ? ചിലരെങ്കിലും അത്ഭുതങ്ങളെ സംശയിക്കുന്നവരുണ്ട്. അങ്ങനെ നടക്കുമോ? വാസ്തവത്തിൽ ഈ പുസ്തകം, ദൈവവചനമാകുന്ന ബൈബിളിൻ്റെ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ ഇതൊരു അത്ഭുതങ്ങളുടെ റെക്കോർഡാണ്. അത്ഭുതങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃത്യാതീതമായ കാര്യങ്ങൾ ഒരിക്കലും നമ്മളുടെ ബുദ്ധിക്ക് താഴെ നിൽക്കുന്ന കാര്യങ്ങളല്ല. ബുദ്ധിയിൽ ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ. ഒറ്റ വാക്കുകൊണ്ട് ഭൂമി സൃഷ്ടിക്കപ്പെട്ടതാണ് തുടക്കമെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും മനുഷ്യർക്കായിട്ട് ഒരുക്കപ്പെടുന്നതാണ് ഈ തിരുവചനം അവസാനിക്കുന്നത്. അത്ഭുതത്തിൽ തുടങ്ങി അത്ഭുതത്തിൽ തുടർന്ന് അത്ഭുതത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു രോഗസൗഖ്യം നടക്കുന്നതെന്ന് പറയുന്നത് അത് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഇറ്റ് ഈസ് നാച്ചുറൽ. ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് സാധാരണ കാര്യമാണ്. അത്ഭുതങ്ങളില്ലെങ്കിൽ ദൈവവചനം ഒരിക്കലും സത്യമല്ല. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും യേശുവിൻ്റെ നാമം പറയുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കപ്പുറത്തെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയായിരിക്കും ഇനി രക്ഷയില്ല, അല്ലെങ്കിൽ ഇന്നെന്നെ കേൾക്കുന്ന ആരോ ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാകത്തില്ല, സാധ്യതകൾ മുഴുവൻ തീർന്നു, അല്ലെങ്കിൽ എൻ്റെ ഭവനം ജപ്തി ചെയ്ത് പോകത്തേ ഉള്ളൂ. അങ്ങനെ എത്രയോ പ്രതിസന്ധികളിൽ ഞാനും നിങ്ങളും ആകാറുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബുദ്ധി കൊണ്ട് എല്ലാം തീർന്നെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, എല്ലാം തീർന്നെന്ന് കരുതുന്നിടം എല്ലാറ്റിൻ്റെയും ഒരു പുതിയ തുടക്കമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവനോടെ ഉണ്ട്. ആ യേശു നിങ്ങളുടെ സമീപമുണ്ട്. യേശു കർത്താവിന് ഇന്ന വ്യക്തിയെന്നോ ഇന്ന വിഭാഗക്കാരനെന്നോ ഇല്ലല്ലോ. ദൈവത്തിന് എല്ലാവരും തന്നെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യനായി ദൈവം ഇവിടെ ഇറങ്ങി വന്ന ആ കർത്താവ് സമീപേ നിൽക്കുകയാണ്. ആ ഭാരമെടുക്കാൻ, ആ പ്രയാസം മാറ്റാൻ, രോഗം സൗഖ്യമാക്കാൻ ഒരു നിമിഷം നമുക്ക് ആ യേശുവിൻ്റെ നാമത്തിലൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ചങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അത്ഭുത സൗഖ്യങ്ങൾക്കായി സ്തോത്രം. ആ വചനത്തിനായി സ്തോത്രം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ സമീപം കർത്താവ് നിൽക്കുകയാണ്. വലിയ പ്രതിസന്ധികളിൽ ഇത് കേൾക്കുന്നവരെ കർത്താവെ അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. രോഗികൾ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കടഭാരത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവരൊക്കെ എന്നെ കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതപ്പെടുതലാകട്ടെ. കർത്താവെ, പുതിയ പകലിൽ ഈ ദിവസത്തെ അഭിമുഖീകരിക്കാൻ ഭയന്ന്, അടുത്ത ദിവസം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഭയന്ന്, മരിച്ചാലോ എന്ന് ചിന്തിക്കുന്ന നിലയിൽ നിൽക്കുന്നവർക്കും കർത്താവെ, അവിടുത്തെ വചനം അത്ഭുതങ്ങൾ മാത്രമാണ്.
ആ അത്ഭുതം കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. വിടുവിക്കുന്നതിനായി നന്ദി. യേശു കർത്താവിൻ തിരുനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് വിശ്വാസത്താൽ ഏറ്റെടുത്ത് അപ്പോൾ തന്നെ രോഗികൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ തന്നെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇതുപോലെ TV പ്രേക്ഷക മീറ്റിങ്ങുകളിൽ വന്ന് അറിയിക്കാൻ പറ്റും. ഈ ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എപ്പോഴും വിളിക്കാം, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്കായി വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു ആത്മീയ വിരുന്ന് ഒരുങ്ങുന്ന അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. എനിക്ക് 3 വയസ്സുള്ളപ്പം എൻ്റെ അമ്മ മരിച്ചത്. എൻ്റെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. മോളെ ഭർത്താവ് മണ്ണെയൊഴിച്ച് കത്തിച്ച് വന്നത്, മോന് സുഖമില്ലാതെ മരിച്ചത്. ആ മോളെ ഞങ്ങൾ വളർത്തുന്നത്. ഇപ്പം അച്ചാച്ചൻ ജോലിക്ക് പോയാൽ ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഈ സ്വർഗീയ വിരുന്നിൻ്റെ റീച്ചിൻ്റെ എല്ലാ സഹായവും ഞങ്ങൾക്കുണ്ട്. എൻ്റെ മോളെ പഠിപ്പിക്കാനും എൻ്റെ മോളുടെ ആഹാരവും മോക്ക് ബുക്കും പുസ്തകവും ബാഗും കുടയും എല്ലാം. അതുകൊണ്ട് ഇന്ന് എൻ്റെ മോളെ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ബുക്ക് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാതെ, ബാഗ് കാശ് കൊടുത്ത് മേടിക്കാതെ ഇന്ന് ഞങ്ങളുടെ മോളെ ഞങ്ങൾ പഠിപ്പിക്കും. റീച്ചിൻ്റെ നല്ല സഹായം ഞങ്ങൾ സഹായിക്കുന്നു. സ്വർഗീയ വിരുന്ന് റീച്ചിനും നന്ദി, എൻ്റെ യേശുവിനും നന്ദി. This is real life. റെയിൻഹാർഡ് ബോങ്കെ കർത്താവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, there is no superman on earth. All the supermen are in the real life, not real life. റിയലിനകത്ത്, ഈ സീരിയലിനകത്തും സിനിമയ്ക്കകത്തൊക്കെയാണ് ആർട്ടിഫിഷ്യാലിറ്റി. വാട്ട് യു സോ വാസ് എ റിയാലിറ്റി. വി ക്യാൻ ഡു മിറക്കിൾസ്. വി ക്യാൻ ഡു മെനി തിങ്സ് ഫോർ ദിസ് ചിൽഡ്രൻ. ഞാൻ വീണ്ടും പറയാം, ഈ വർഷം റീച്ചിൻ്റെ ഈ പ്രവർത്തനം മാത്രമല്ല, ഞങ്ങൾ വി ഹാവ് മെനി അതർ റെവന്യൂസ്. ഈ അരമണിക്കൂർ സ്ലോട്ടിനകത്ത് ഒന്നും കാണിക്കാൻ മേല. പക്ഷേ വി ലവ് എവ്രി വൺ ആസ് ഹ്യൂമൻസ്. ലൈക്ക് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ഇറ്റ്സ് അവർ കൺസേൺ. എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഓട്ടിക് ചൈൽഡിനെ കാണുമ്പോൾ ഐ റിയലി പ്രേ ഫോർ ദം. ADHD ഉള്ള പിള്ളേർ, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ഇന്ത്യയുടെ ഭാവിയാണ്. അതിന് നമ്മളാൽ ആകാവുന്ന തക്കവണ്ണം നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിൽ വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടുവേലക്കാരായി നിൽക്കുന്നവർ. അതിൽ നിന്നും അവർ മാറ്റുക. അവർ പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ വിതയ്ക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം കാക്കും. ഞാനൊരു വീട്ടു ജോലിക്ക് നിൽക്കുകയാണ്. എനിക്ക് 4500 രൂപയെ കൂലിയുള്ളൂ. എങ്കിലും ഞാൻ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 125 രൂപ ശമ്പളമുള്ളൂ. അതിൽ നിന്ന് കർത്താവ് എന്നോട് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, അത് മാത്രം മതി എനിക്ക്. അതാണ് എൻ്റെ ആഗ്രഹം. നമുക്കൊന്നിച്ച് ചേർന്ന് let us make it a history. Let us feed the hungry. Let us go out and see the reality and come with us. ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കം വോളണ്ടിയർ വിത്ത് us, കം വിത്ത് us. ഇവരെ ഒന്ന് സെർവ് ചെയ്യാൻ, ഇവരെ ഒന്ന് കാണാൻ പോകാൻ. ആൻഡ് ലെറ്റ് us change something in something. നമുക്ക് ഒരു രാജ്യം മുഴുവൻ മാറ്റാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഒരാളെ സഹായിക്കാൻ പറ്റും. If everyone thinks like that, world will be a different place. ഇന്ന് എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കി നമ്മൾ സെൽഫിഷ്നെസ്സിൽ പോകുമ്പോൾ the gap is widening. The poor are becoming very poor. And there is someone should stand for them selflessly. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴഞ്ചേരിക്ക് സമീപം ചെറുകോലിൽ ഓഗസ്റ്റ് 21 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. നോയൽ ഓഡിറ്റോറിയം, ചെറുകോൽ. തോമസുകുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചെങ്ങന്നൂരിൽ ഓഗസ്റ്റ് 22 ശനി രാവിലെ 10-ന്. ഗിരിദീപം ഓഡിറ്റോറിയം, ക്രിസ്ത്യൻ കോളേജിന് സമീപം, MC റോഡ്, ചെങ്ങന്നൂർ. തോമസുകുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു താങ്കളെ സ്വതന്ത്രനാക്കും.